നമസ്കാരം. ഹോട്ട് യാൻ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനമായും ഈ സെഗ്മെന്റ്, ഈ സമയം വിനിയോഗിക്കുന്നത് നമ്മുടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമൊക്കെ ഇന്നലെ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനാണ്. FIR-മായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹതകൾ, അവ്യക്തതകൾ അതൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അവയ്ക്കൊക്കെ മറുപടി പറയാൻ, ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ന്യൂസ് മലയാളത്തിനൊപ്പം തത്സമയം ചേരുകയാണ്. ഇതിനകത്ത് പ്രേക്ഷകർക്ക് വിളിക്കാവുന്നതാണ്, അവരുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 3111 564 0484 3111 ഞാൻ ഈ പറഞ്ഞ നമ്പർ നമ്മുടെ സ്ക്രീനിൻ്റെ മുകൾ വശത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ നോക്കി സംശയങ്ങളുള്ളവർക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയാവുന്നതാണ്. സ്വാഗതം ശ്രീ രത്തൻ യു ഖേൽക്കർ. ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്ക് ഈ സംശയങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എന്തിനാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ള കാര്യം ഒന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരോടുമായി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് ഒരു വോട്ടർ പട്ടികയുടെ ഒരു ശുദ്ധീകരണമാണ്. അതായത് ഒരു വോട്ടർ പട്ടികയുടെ ഒരു ഓഡിറ്റായിട്ട് നമുക്ക് പറയാം. ഓഡിറ്റ് റിക്വയർമെൻറ്റ് വന്നത് ഇലക്ഷൻ കമ്മീഷനുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് അവരുടെ ഒരു റിക്വയർമെൻറ്റ് കൂടിയാണ് ഒരു ഇലക്ഷന് മുൻപ് ഒരു റിവിഷൻ നടത്തണമെന്നുള്ളത്. അത് കാലകാലമായിട്ട് നമ്മൾ SSR എന്ന നിലയിലാണ് നമ്മൾ ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് ഒരു തീവ്ര വോട്ടർ ലിസ്റ്റിൻ്റെ ഒരു റിവിഷൻ നടത്തണമെന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം അവരുടെ ഗൈഡ് ലൈൻസിൽ തന്നെ വളരെ ക്ലിയറുമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് കുറേ വർഷമായിട്ട് കുറേ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ്, പേര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടാവും, അത് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. പ്രദേശത്ത് നിന്ന് അർബൻ ഏരിയാസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് വോട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു എലിജിബിൾ ആയിട്ടുള്ള വോട്ടറിന് ഒരു വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അവർക്കൊരു മാൻഡേറ്റ് ഉണ്ട്. ഒരു എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാക്കണം എന്നുള്ളത്. ഒരു എലിജിബിൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിലുള്ളത്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള വോട്ടർ, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആസ് എ വോട്ടർ എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനുക്ക് തീരുമാനിക്കാം ഏത് ടൈപ്പ് ഓഫ് റിവിഷൻ വേണമെന്നുള്ളത്. അവരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ SIR നമ്മുടെ രാജ്യം മൊത്തം നമ്മൾ നടപ്പിലാക്കി വരുന്നത്. ശ്രീ രത്തൻ ഖേൽക്കർ, ഇതിനകത്ത് ഉദ്യോഗസ്ഥർ വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ വീട്ടിലില്ല, എൻ്റെ ബന്ധുക്കളാണ് ഉള്ളത്, എൻ്റെ എന്യൂമറേഷൻ ഫോം അവർ പൂരിപ്പിച്ച് തന്നാൽ മതിയോ? അതിൽ ഞാൻ ഒപ്പിടണം എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടോ? താങ്കൾ തന്നെ ഒപ്പിടണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ആ ഫോമിൽ തന്നെ വളരെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്കളില്ലെങ്കിൽ ഒരു അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി അത് ഒപ്പിട്ടാൽ മതി. സോ താങ്കൾ തന്നെ ആ സ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. താങ്കൾ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒപ്പിട്ടിട്ട് കൊടുക്കാം. സാധാരണമായിട്ട് ആൾക്കാർ വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള താങ്കളുടെ ബന്ധുക്കളോ താങ്കളുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ഒരു അഡൾട്ട് ആ ഫോം ഒപ്പിടുവാണെങ്കിൽ അത് മതിയായിരിക്കും. ഓക്കെ. കോതമംഗലത്ത് നിന്നും യൂനുസ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. യൂനുസ്, ചോദിച്ചോളൂ സംശയം. ഹലോ യൂനുസ്, ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ, കേൾക്കാമോ സാറേ? നമസ്കാരം യൂനുസ്. ഞാൻ വിളിക്കുന്നത് കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നാണ്. ഇത് എന്റെ ലിസ്റ്റിൽ പേരുണ്ട്. ഹലോ ചോദിച്ചോ യൂനുസ്, കേൾക്കാം. ലിസ്റ്റ് അനുസരിച്ച് SIR എന്റെ പേരുണ്ട്. എന്റെ വൈഫിന്റെ പേരില്ല, മകളുടെ പേരില്ല. അപ്പോ എന്റെ ലിസ്റ്റ് അനുസരിച്ച് എന്റെ വൈഫിന്റെ പേരില്ല, എന്റെ മകളുടെ പേരില്ല. വൈഫിന് 39 വയസ്സ്
മകൾക്ക് 19 വയസ്സ്. എൻ്റെ ലിസ്റ്റില് ഐഡിയിലുണ്ട്. പക്ഷെ അവരുടെ എങ്ങനെ ഞാൻ ചേർക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതൊന്ന് പറഞ്ഞു തരാമോ? താങ്കൾ പറയുന്നത് താങ്കളുടെ വൈഫിൻ്റെയും പിന്നെ മോളുടെ ഡീറ്റെയിൽസ് 2025 ലിസ്റ്റിലില്ല എന്നാണോ, ഇല്ല 2002 ലിസ്റ്റിലില്ല എന്നാണോ? 2002. അല്ല, അത് പ്രശ്നമില്ല. ഇപ്പോൾ 2025 ലിസ്റ്റിലെ 2 പേരുടെ ഡീറ്റെയിൽസ് ഉണ്ടോ? നിലവിൽ അവർ 2 പേർക്ക് വോട്ടുണ്ടോ? പഞ്ചായത്തിൽ വോട്ടുണ്ട്. അല്ല, പഞ്ചായത്തല്ല, ഇത് അസംബ്ലിയുടെ സെഗ്മെന്റിലെ അസംബ്ലിയില് അല്ല, താങ്കളുടെ വൈഫിനും പിന്നെ കുട്ടിക്ക് ഇല്ല. അത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ SIR നടന്നിട്ടുള്ളത് 2002 അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനുമറേഷൻ ഫോം കൊടുക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് 2025 ലിസ്റ്റിലുള്ളവർക്കാണ് ഒരു എനുമറേഷൻ ഫോം കൊടുക്കാൻ പോകുന്നത്. താങ്കളുടെ വൈഫിനും കുട്ടിക്ക് ഇപ്പോൾ നിലവിലെ വോട്ട് ഉണ്ടോ? പഞ്ചായത്തിൻ്റെ അല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ അസംബ്ലി സെഗ്മെന്റിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ശരി യൂനുസ്, സംശയത്തിന് മറുപടി ആയി എന്നാണ് കരുതുന്നത്. ശ്രീ രത്തൻ കേൽക്കർ, ഞാൻ ഈ ഒരു അവസരം എടുത്തിട്ട് ആ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ വീട്ടില് യൂനിസിന്റെ ചോദ്യം അവരുടെ പറഞ്ഞോളൂ. യൂനിസിന്റെ ചോദ്യം ഇപ്പോൾ ആദ്യത്തിന്റെ പേര് 2002 ലിസ്റ്റിലുണ്ട്. പക്ഷേ വൈഫ് പിന്നെ കുട്ടിക്ക് 2025 ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. പക്ഷേ 2002 ലിസ്റ്റിലില്ല എന്ന് പറയുവാണെങ്കിൽ അതൊന്നും പ്രയാസമൊന്നുമില്ല. അവർ 3 പേർക്കും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടെങ്കിൽ അവർ 3 പേർക്ക് അത് എനുമറേഷൻ ഫോം ലഭിക്കും. അത് അവർ കൃത്യമായിട്ട് ഫിൽ ചെയ്ത് തരണം. കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം, ആ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അവരുടെ ഫോമിൽ എഴുതിയാൽ മതി. ശ്രീ യൂനിസിന്റെ അച്ഛൻ്റെ പേര് നിലവിലുള്ള 2002 വോട്ടർ പട്ടികയിൽ അവരുടെ പേര് കാണും. അത് പൂരിപ്പിച്ചിട്ട് നൽകിയാൽ മതി. വൈഫിൻ്റെ അച്ഛൻ്റെ പേര് എവിടെയെങ്കിലും കാണും. അത് പൂരിപ്പിച്ചിട്ട് നൽകിയാൽ മതി. അവരുടെ BLO വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആർക്ക് പ്രയാസം ഉണ്ടാവില്ല.